ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാടൻ ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉച്ചയൂണാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 15 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അത് പുറത്തുള്ള ആ ഒരു വൈറ്റ് തൊലിയൊക്കെ നമുക്കൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെയുള്ള പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയെടുത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ച ആ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി ഒരു 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ്, 2 ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വലിയ ടൈപ്പ് ചെറിയ ഉള്ളി അല്ല, നല്ല വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 1.25 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പടവലങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തിളയൊന്ന് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പടവലങ്ങയ്ക്ക് അറിയാമല്ലോ, അധികം വേവൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകാനും പാടില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകും കേട്ടോ. പടവലങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു 2 പിടിയോളം, അല്ലെങ്കിൽ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ, അതായത് 2 മുറിയുടെ 1 മുറി എടുക്കുക. എന്നിട്ട് ഒരു 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പം ശ്രദ്ധിക്കുക, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച്, നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ പടവലങ്ങ ഉണ്ടല്ലോ, വെന്തങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുമുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസാവരുത്, എന്നാൽ തിക്കായിട്ടും ഇരിക്കരുത്. ആ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി, നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കണം എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ച പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിലൊരു ഇത്തിരി കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അത് ബാക്കി കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ജസ്റ്റ് ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. കുക്കർ വിസിലോട് കൂടി അടപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസിലും കൂടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട്, പിന്നീട് വേവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാത്രം വെറുതെ ഒന്ന് അടച്ച് വെച്ച് ഉപ്പ് ഇട്ട് ബാക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല തിളച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൽ കുറച്ച് കാര്യങ്ങളൂടി ചെയ്യാനുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഒരു പാൻ വെച്ചു. നല്ല വലിപ്പമുള്ള സവോളയാണെങ്കിൽ 1 മീഡിയം ടൈപ്പ് ആണെങ്കിൽ 2 നീളത്തിലരിഞ്ഞ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോണ്ട, വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടി. പച്ചമുളക് ചേർത്തത് കൊണ്ടാണ്. ഒരു 3 ചെറിയുള്ളിയും 1 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തോരൻ്റെ പരുവമല്ല, ഇത്തിരി കൂടി അരയണം. എന്നാൽ തോരൻ്റെ പരുവം ആവുകയും ചെയ്യരുത്, ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത്. തോരൻ്റെ പരുവത്തേക്കാൾ ഇത്തിരി കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. എന്നിട്ട് ആ അരപ്പ് നമ്മുടെ ആ ഒരു ഉള്ളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു. വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അരഞ്ഞു പോവരുത്, എന്നാൽ തോരനേക്കാൾ ഇത്തിരി കൂടി ഒന്ന് അരയണം. ആ ഒരു പരുവം, അതായത് ചതഞ്ഞ പോലെ ഇരിക്കണം.
ആ ഒരു പരുവം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അത് നമ്മുടെ കൂട്ടിലേക്ക്, ഉള്ളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു അര ഗ്ലാസ്സോളമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ഒരു സ്റ്റേജിൽ ഞാൻ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതതാ ഒരു 3-4 പീസാക്കി കട്ട് ചെയ്ത് നീളത്തിലുള്ള പീസാക്കിയിട്ട് ഒരു 4 to 6 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അരപ്പൊക്കെ ഒന്ന് കുറുകി വരുന്ന ഒരു സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് പതുക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അരപ്പൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പൊതിയത്തക്ക രീതിയിൽ, മുട്ടയിലേക്ക് അരപ്പ് നല്ല പോലെ പൊതിയത്തക്ക രീതിയിൽ ഒന്ന് ഒതുക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാടിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ, മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒത്തിരി നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒന്ന് കുറുകി വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ട ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ്, നമുക്ക് ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ ലാസ്റ്റ് അങ്ങനെ ഒഴിക്കുമ്പോൾ. അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ പടവലങ്ങ കറി ഉണ്ടല്ലോ, അതിലേക്കുള്ള താളിപ്പ് വേണം. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് റോസ്റ്റായി വന്നപ്പോഴേക്കും ഒരു 10 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് ഉള്ളി എടുക്കുക കേട്ടോ. എത്രത്തോളം ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം സ്വാദാണ്. നല്ല പോലെ ഉള്ളി എടുക്കുക. ഒരു 10 12 ഒക്കെ ചെറിയ ഉള്ളി എടുത്ത് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് മൂപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണല്ലോ. അതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്താൽ മാത്രം മതി. ചെറിയുള്ളി താളിച്ചൊഴിച്ച് കൊടുക്കാൻ മറക്കരുത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതാണ് ഇതിൻ്റെ സ്വാദ് ഏറ്റവും കൂടുതൽ കൂട്ടുന്നത്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമ്മുടെ പയറ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് 1/2 ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവന്നു. അത് നമ്മുടെ പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടു. അപ്പോൾ കടുക് വറുക്കേണ്ടുന്നവർക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഊണ് വിളമ്പാം അല്ലേ. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറ് വിളമ്പി നമ്മുടെ മുട്ടയുടെ കൂട്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഉള്ളി മൂപ്പിച്ചതൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു പ്രത്യേക മണവും ഒക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ പയറ് തോരന്, അതുപോലെ തന്നെ 2 പപ്പടം. ഇനി നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3-4 ചെറിയ ഉള്ളിയും 4-5 കാന്താരി മുളകുമാണ്. എന്നിട്ട് ഒന്ന് ചതച്ചു, നന്നായിട്ട് കല്ലിലൊന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചതച്ച് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തൈരിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചിട്ട് അത് നമ്മുടെ തൈരിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല സ്വാദാണ് കേട്ടോ. തൈരും ഈ ഉള്ളിയും കാന്താരി മുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാന്താരി മുളകും ഉള്ളിയും കൂടി ചതച്ചിട്ട് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്വാദാണ്. ആ ഒരു തൈരും ആ ഉള്ളി ചതച്ചതും മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ഉച്ചയൂണ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന ഉച്ചയൂണിൻ്റെ റെസിപ്പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 10-35ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഊണുണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പി ആയിരിക്കും.
തനി നാടൻ ഊണാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു കറിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ തൈരും ഉള്ളി ചതച്ചതും ചേർത്ത് കഴിച്ച് നോക്കുക. അത് മാത്രം മതി ചോറിനാൻ, അത്രയും ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.